നിങ്ങളും പ്രകൃതിയും തമ്മിലുള്ള നിരന്തര ബന്ധം നിലനിർത്തുന്നത് എന്താണെന്ന് ബോധ്യമുണ്ടോ? ഇതാണ് ഇന്നത്തെ ചിന്താവിഷയം. പ്രാണ is the intelligent energy flow that connects life with nature and sustains it. പ്രകൃതി സമഗ്ര നിലനിൽപ്പും നമ്മുടെ സ്ഥാനവും എന്നുള്ള അധ്യായം 3 നമ്മൾ ഇന്ന് ബന്ധിപ്പിക്കുന്നത് പ്രകൃതിയുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന പ്രാണൻ എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ അഭിസംബോധന ചെയ്യുന്ന കാര്യങ്ങൾ, അന്വേഷിക്കുന്ന കാര്യങ്ങൾ, എന്താണ് പ്രാണൻ, എന്തിനെയെല്ലാമാണ് പ്രാണൻ ബന്ധിപ്പിക്കുന്നത്, എന്തിനെയാണ് പ്രാണൻ നിലനിർത്തുന്നത്, എന്താണ് പ്രാണൻ നടപ്പിലാക്കുന്നത് എന്നീ കാര്യങ്ങളാണ്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. പ്രകൃതിയിൽ നമ്മുടെ സ്ഥാനം എന്ത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സംസാരിച്ചത്. പ്രകൃതി എന്ന് പറയുന്ന സംവിധാനം എത്രത്തോളം വിപുലമാണ്, സമഗ്രമാണ് എന്നതിൽ നിന്നും പ്രകൃതിയുടെ സ്ഥാനം എന്നുള്ളത്, പ്രകൃതി എന്നുള്ളത് ഒരു വ്യവസ്ഥാപിതമായ സംവിധാനമാണെന്നും അതിനകത്ത് നമ്മുടെ സ്ഥാനം എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ആ സ്ഥാനം കണ്ടെത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി, ഈ ലെയർ കൂടുകൾക്കകത്ത് കൂടുകളായി നിൽക്കുന്ന ഈ ഒരു സംവിധാനത്തിൽ, അതൊരു ജാലികയായി നിൽക്കുന്ന സംവിധാനത്തിൽ അതിലെ ഒരു കണ്ണി മാത്രമായ നമ്മൾ, ആ കണ്ണിയായ നമ്മൾ ഈ വിപുലമായ സമഗ്രമായ പ്രകൃതിയുമായി ആ കണ്ണിബന്ധം നിലനിർത്തുക എന്നുള്ളൊരവസ്ഥ ഉള്ളത് കൊണ്ടാണ് നമുക്കിവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ നിരന്തര ബന്ധത്തെ നിലനിർത്തുന്ന കണ്ണി എന്ത് എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ അന്വേഷിച്ച് പോകുന്നത്. പ്രകൃതിയുമായി നമ്മെ ബന്ധിപ്പിക്കുന്നത് പ്രാണനാണ് എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായിട്ട് ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പോ ഞാൻ ഈ പരിസരത്ത്, ഈ എൻവയോൺമെന്റിൽ നിലനിൽക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ നിലനിൽക്കുന്ന ഇടത്തെ അറിയുന്നുണ്ട്. ബുദ്ധി കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത് എല്ലാമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് നിൽക്കുന്നിടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് കൈകാലുകൾ സ്വതന്ത്രമായിട്ട് ചലിപ്പിക്കാം. നിങ്ങൾ ആ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുന്നുണ്ട് പറയുമ്പോൾ ഭൂമിയിൽ നിന്നും പറന്നു പോകാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ല, നിങ്ങൾ അനുഭവിക്കുന്നില്ല, അത് നിങ്ങൾ അറിയുന്നില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല. ഒരു പക്ഷി, അതിന് പറക്കാൻ കഴിയും, ആ ഫാക്കൽറ്റി ഉള്ളത് കൊണ്ട് അതിന് ആ പറക്കലിനെ കുറിച്ചുള്ള ചിന്തയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ത്വരയോ ഉണ്ടായി, അതിന്റെ പ്രേരണയുണ്ടായി, ഇത് പറക്കുകയും ചെയ്യും. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാണ്, ഭൂമിയുമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ പ്രകൃതിയുമായി നമ്മൾ കണക്റ്റായി നിൽക്കുന്നതിന്റെ പല സാധ്യതകളും, അതിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്ന ഒരവസ്ഥയോ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയോ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോഴും നമ്മൾ അറിയുന്നില്ല നമ്മൾ അങ്ങനെയാണെന്ന്. നമ്മൾ അതിനെക്കുറിച്ച് ഒരു ഒന്ന് ചിന്തിക്കുക. നമ്മൾ വീഴാൻ പോകുന്ന സമയത്ത് ഭൂമിയുമായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിന്റെ വിവിധ ആൽഗരിതങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കുക. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ നമ്മൾ വീഴാൻ പോകുമ്പോഴാണ് എന്നെ സ്വാധീനിക്കുന്നു എന്നുള്ളതൊക്കെ, ഈ ആകർഷണം എന്നെ സ്വാധീനിക്കുന്നു എന്ന ആ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ അപ്പോഴും ഗ്രാവിറ്റി എന്തോന്നോ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്തോന്നോ, ഗ്രാവിറ്റേഷൻ ഫോഴ്സും മാസും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നോ ഒന്നുമല്ല നമ്മൾ ആലോചിക്കുക. അത്തരത്തിലുള്ള ശാസ്ത്രീയ വിശകലനങ്ങളൊന്നും ആവശ്യമില്ലാതെ നമ്മൾ ആ അനുഭവത്തെ ബോധ്യപ്പെടുന്നു. കാല് തെന്നിയത് കൊണ്ടാണ് അല്ലെങ്കിൽ പിടിവിട്ടത് കൊണ്ടാണ് എന്ന രീതിയിൽ നമ്മൾ ഉപാഖ്യാനം ചെയ്യുന്നു അതിനെ. അപ്പൊ അവിടെ നമ്മളും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മളത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ ശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ശ്വാസം എന്നുള്ള ആ ഒരു പ്രക്രിയ വഴി നിങ്ങൾ നിങ്ങളുടെ പരിസരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് നിങ്ങൾ അറിയുന്നേ ഇല്ല. അല്പം വെള്ളത്തിന്റെ അടിയിൽ പോയിരുന്നാൽ മതി, ഒരു 30 സെക്കൻഡ് കൊണ്ട് നിങ്ങളത് അറിയാൻ തുടങ്ങും. കാരണം അതില്ലാതെ നിൽക്കാൻ കഴിയില്ല എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് വെപ്രാളമായി നിങ്ങൾ എങ്ങനെങ്കിലും വെള്ളത്തിന്റെ മുകളിലേക്ക് വരിക എന്നുള്ള ഒരവസ്ഥയിലേക്ക് പോകും. ശ്വാസം മുട്ടൽ വന്നാൽ മതി, നല്ലൊരു ചുമ വന്നാൽ മതി, നല്ലൊരു തുമ്മൽ വന്നാൽ മതി, നമ്മളാകെ പതറിപ്പോവും. നമ്മളും പരിസരവും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. ഞാൻ ആ പ്രകൃതിയുടെ ജാലികയുടെ കണ്ണികളെ മുറിക്കുന്നു എന്നൊന്നും നമ്മൾ ചിന്തിക്കില്ല.
കഷ്ടപ്പാടാണ്, അത് ബുദ്ധിമുട്ടാണ്, ചുമയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല എന്നതേ നമ്മൾ അറിയുന്നുള്ളൂ. അപ്പോ നമ്മളും പ്രകൃതിയും തമ്മിലുള്ള നിരന്തരമായ ബന്ധം, നമ്മളും ഭൂമിയും തമ്മിലുള്ള നിരന്തര ബന്ധത്തെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു. അതുപോലെ നമ്മളും നമുക്ക് ചുറ്റുമുള്ള ആ ബന്ധത്തെ നിരന്തരമായി നിലനിർത്തുന്നത്, നമ്മുടെ പരിസരവുമായിട്ട് നമ്മളെ കണക്ട് ചെയ്ത് നിർത്തുന്ന ആ ഒന്നിന്റെ പേരാണ് പ്രാണൻ എന്നുള്ളത്. ഈ പ്രാണന് വിവിധ മാനങ്ങളുണ്ട്. ആദ്യം എന്താണെന്ന് പ്രാണൻ എന്നുള്ളത് നോക്കാം. ഈ നമ്മുടെ ഒരു ധാരണ, മനുഷ്യന്റെ ഒരു പൊതുധാരണ വെച്ചാൽ ഭക്ഷണം കഴിച്ചാലാണ് ഊർജം ഉണ്ടാവുക എന്നുള്ളതാണ്. ഭക്ഷണം ഊർജത്തിന്റെ ഒരു കാരിയറാണ്. അതിനേക്കാളും കൂടുതൽ ഭക്ഷണം പോഷണത്തിന്റെ കാരിയറാണ്, ജൈവതയുടെ കാരിയറാണ്. അത് ഭൗതികമായ കുറെ ഘടകങ്ങളുടെ ഒരു കാരിയറാണ് ഭക്ഷണം എന്ന് പറയുന്നത്. പക്ഷെ ഭൗതികമായ ഒരു ഘടകമാണോ ശരീരത്തെ മുഴുവൻ ചലിപ്പിക്കുന്ന, ശരീരത്തെ ഏതു വഴിക്ക് ചലിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്ന ആ ഒരു നിർണായക ഘടകമെന്ന് നമ്മൾ അകത്തേക്ക് കയറി പരിശോധിച്ചാൽ അത് ഒരു കാരിയർ ആണെന്ന് മനസ്സിലാവും. അതേസമയം ഈ ഭക്ഷണം എന്ന് പറയുന്ന കാരിയറാണ്, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ആണെന്ന് മനസ്സിലാവും. പക്ഷെ അതല്ല നമുക്ക് ഊർജം നൽകുന്നത്. ഊർജം നൽകുന്നത് ശ്വാസമാണ്. നമുക്ക് നല്ല പോലെ നമ്മൾ ഇപ്പോ ഓടിത്തളരുകയാണെന്നിരിക്കട്ടെ, നമ്മൾ ഓടിത്തളരുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുക വെള്ളം കുടിക്കൽ പോലുമല്ല, നമ്മൾ കുറെ നിന്ന് കിതച്ച് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടുന്ന ഊർജത്തെ സംഭരിച്ചതിന് ശേഷമേ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയൂ. അത് കഴിഞ്ഞ് നമ്മൾ വിശ്രമാവസ്ഥയിൽ എത്തിയതിനു ശേഷമേ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയൂ. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നമുക്ക് വലിയ പ്രശ്നമൊന്നും വരില്ല. അത് ഭക്ഷണമാണ് ജീവിതത്തെ നയിക്കുന്നത് എന്ന് വിശ്വസിച്ച് വശായവർക്ക് ഒരുപക്ഷെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ട് തോന്നിയേക്കാം. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, എപ്പോഴെങ്കിലുമൊക്കെ കഴിച്ചാൽ മതി എന്നുള്ള രീതിയിൽ നമുക്ക് പോഷണങ്ങളാണ് ആവശ്യം. അതിനു വേണ്ടി നമ്മൾ ഭക്ഷണത്തെ എടുക്കേണ്ടതുണ്ട്. പക്ഷെ അതല്ലാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നത് വഴി ഊർജത്തെ നിലനിർത്തുക എന്നുള്ളൊരു സംഭവം സാധ്യമല്ല എന്ന് അറിഞ്ഞവർക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. 20 ദിവസം 30 ദിവസം ഭക്ഷണം കഴിക്കാതെ കൊണ്ട് നമുക്കൊന്നും സംഭവിക്കുകയുമില്ല. പോഷണം ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിൽ ജൈവത നിലനിർത്താൻ ജീവചൈതന്യം സസ്യജാലങ്ങളിൽ നിന്നും സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്കത് വേണം. പക്ഷേ ഒരു നിമിഷം നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ശരീരപ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം അവിടെ ആവശ്യമാണ്. അപ്പൊ ഈ ഊർജം പ്രവഹിക്കുന്നത് ശ്വാസം വഴിയാണെന്ന് നമ്മൾ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സസ്യങ്ങൾ ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു, നമ്മൾ ഓക്സിജൻ സ്വീകരിക്കുന്നു, അതുവഴി നമ്മൾ നിലനിൽക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഓക്സിജൻ ഇപ്പോ ആധുനിക ശാസ്ത്രം അതിന്റെ കുറച്ചുകൂടെ അകത്തേക്ക് പോയി ഇപ്പോൾ വെറും ഓക്സിജൻ അല്ല, അയോണീകരിക്കപ്പെട്ട ഓക്സിജൻ, സൂര്യപ്രകാശത്തിൽ അയോണീകൃതമായ ഓക്സിജനാണ് ശരീരത്തിലേക്ക് വേണ്ടുന്ന വൈറ്റാലിറ്റിയെ പ്രദാനം ചെയ്യുന്നത് എന്നതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അത്രയും കൊണ്ട് തീരുന്നുണ്ടോ? ഈ ശ്വാസം എടുക്കുന്നതിലെ എന്താ പറയുക, വെളിയിൽ നിന്നും അകത്തേക്ക് വരുന്ന അയോണൈസ്ഡ് ഓക്സിജൻ മാത്രമാണോ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്ന ഘടകം? ശ്വാസം എന്ന് പറയുന്നത് അതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. അത് പ്രാണനാണ്. പ്രാണൻ എന്താണ്? പ്രാണൻ നമ്മൾ ആദ്യം പറഞ്ഞു, അതൊരു ഈ പ്രവാഹത്തിലൂടെ ഊർജം പ്രവഹിക്കുന്നു എന്നാണ്. ദ ഫ്ലോ ഓഫ് എനർജിയാണ്, ഊർജത്തിന്റെ ഒഴുക്കാണ് ശ്വാസം. പ്രാണനോ ഊർജത്തിന്റെ ഒഴുക്കാണ്. ഈ ഊർജം എന്നുള്ളത് എന്തിന്റെ കണ്ടൻസേഷനാണ്? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചിരുന്നു, അത് ബോധത്തിന്റെ കണ്ടൻസേഷനാണ്. അപ്പോ ബോധമുള്ള, ബുദ്ധിയുള്ള ഊർജപ്രവാഹമാണ് പ്രാണൻ എന്ന് പറയുന്നത്. ബുദ്ധിയുള്ള എന്ന് വെച്ചാൽ ഊർജം ആ വഴിക്ക് വേണോ ഈ വഴിക്ക് വേണമെന്ന് പോകുന്ന സ്വയം വഴികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനമെടുത്ത് പോകുന്നതല്ല. അത് കോൺഷ്യസ് ആണ്. അത് ചെല്ലുന്നിടത്തെ ബോഡിയുടെ ഭാഗമായി നിന്ന് അത് എവിടെയാണ് എന്താണ് എന്നുള്ളത് സെൻസ് ചെയ്ത് അതിനനുസരിച്ച് ആക്ട് ചെയ്യാൻ ശേഷിയുള്ള ഒന്നാണ് ഈ പ്രാണൻ എന്ന് പറയുന്നത്. ഈ പ്രാണൻ എന്ന് പറയുന്നത് അത് മാത്രമായിരിക്കുന്ന സമയത്ത് അത് ഒന്നുമല്ല. അത് ശരീരവുമായി ചേരുമ്പോൾ, അന്നമയകോശവുമായി ചേരുന്ന സമയത്താണ് അത് എന്താണെന്ന് സ്വയം വെളിപ്പെടുത്തുക. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ബോധപൂർവമുള്ള അല്ലെങ്കിൽ ബോധത്തെ ക്യാരി ചെയ്യുന്ന ഒരു ഊർജപ്രവാഹമാണെന്ന് മനസ്സിലാക്കുക പ്രാണൻ എന്ന് പറയുന്നത്. എനർജി വിത്ത് ദ ഫ്ലോ ഓഫ് എനർജി വിത്ത് ഇന്റലിജൻസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ദ ഫ്ലോ ഓഫ് എനർജി വിത്ത് കോൺഷ്യസ്നെസ് എന്ന് പറയാം. ആ ബോധമുള്ള ഊർജപ്രവാഹത്തെ നമ്മൾ പ്രാണൻ എന്ന് പറയുന്നു. അതിന് കൃത്യമായ ഒരു ദിശ ഉണ്ടാവും.
കൃത്യമായിട്ടുള്ള ഒരു ക്രമം ഉണ്ടാവും. അത് ഡൈനാമിക് ആയിരിക്കും. ഇപ്പൊ പ്രപഞ്ചത്തെ മുഴുവൻ സഞ്ചാലനം ചെയ്യുന്നത് ഈ പ്രാണനാണെന്ന് നമ്മൾ പറയാം. പ്രപഞ്ചത്തെ ഏത് ദിശയ്ക്ക് കൊണ്ടുപോകണം, പ്രപഞ്ചത്തെ ഏത് ക്രമത്തിൽ കൊണ്ടുപോകണം എന്നത് തീരുമാനിക്കുന്ന, നിർണയിക്കുന്ന സജീവമായ ഊർജമാണ് ഈ പ്രാണൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ ചലനത്തെ, നമ്മുടെ ശരീര ചലനത്തെ, പ്രപഞ്ചത്തിന്റെ മുട്ടൻ ചലനത്തെ, അതുപോലെ നമ്മുടെ ശരീര ചലനത്തെ, നമ്മളും മറ്റുള്ളവയും തമ്മിലുള്ള ബന്ധത്തെ എല്ലാം നിയന്ത്രിക്കുന്ന, എല്ലാത്തിനെയും നിലനിർത്തുന്ന ഒരു ആന്തരികമായ ശക്തിയായിട്ട് അത് മാറും. ഈ പ്രാണൻ എന്ന് പറയുന്നത് വെളിയിൽ നിന്നും അകത്തേക്ക് കയറുന്ന ആ പ്രാണൻ, അത് തന്നെ നമ്മുടെ അകത്ത് ലീനമായി നിൽക്കുന്നുണ്ട്. ആ ലീനമായി നിൽക്കുന്ന ആ പ്രാണനെ സജീവമാക്കും, അതിനെ ആക്ടിവേറ്റ് ചെയ്യും. ആ ആക്ടിവേറ്റ് ചെയ്യാൻ അത് വെളിയിൽ നിന്നും അകത്തേക്ക് വരേണ്ടി വരും. വെളിയിൽ നിന്നും അകത്തേക്ക് വന്ന് സ്പർശിച്ച് അതിനെ സജീവമാക്കി, അതിനെ ഡൈനാമിക് ആക്കി ആക്ടിവേറ്റ് ചെയ്തതിനു ശേഷം അത് വീണ്ടും ശരീരത്തിന്റെ മാലിന്യങ്ങളെയും ഒക്കെ എടുത്തുകൊണ്ട് ശ്വാസം എന്നുള്ള കാരിയർ വഴി അത് വെളിയിലേക്ക് പോകും. ആ സമയത്തും ഊർജപ്രവാഹം, ഈ കാരിയർ വഴി വെളിയിലേക്ക് പോകുന്ന സമയത്തും ഈ ഊർജപ്രവാഹത്തിന്റെ സജീവത എന്നുള്ളത് നിലനിൽക്കുകയും ചെയ്യും. ഇതാണ് പ്രാണന്റെ ഒരു ജനറൽ അൽഗോരിതം. പ്രാണൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അത് യൂണിവേഴ്സൽ ഡൈനാമിസമാണ്, പ്രപഞ്ചത്തിന്റെ ചലനാത്മകതയാണ്. ആ ചലനാത്മകത ഒരു ഊർജമായിട്ട് നമ്മൾ അറിയുന്നു. പക്ഷെ വെറും ഊർജമാണോ? അല്ല, അതിന് ബോധമുണ്ട്, ബുദ്ധിയുണ്ട്, അതിന് ദിശയുണ്ട്, ക്രമമുണ്ട്. അത് നമ്മുടെ ചലനത്തെയും നമ്മുടെ പരസ്പര ക്രമത്തെയും അല്ലെങ്കിൽ ബന്ധത്തെയും റിലേഷൻഷിപ്പുകളെയും നിയന്ത്രിക്കും. ആ നിയന്ത്രിക്കുന്ന ആ ശക്തി വിശേഷത്തിന്റെ പേരാണ് പ്രാണൻ. ഈ പ്രാണൻ എന്ന് പറയുന്നത് എന്തിനെയെല്ലാമാണ് ബന്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഒരു മിനിമം ലെവലിൽ പറഞ്ഞാൽ ജീവിയെയും പരിസ്ഥിതിയെയും ബന്ധിപ്പിക്കുന്നു. ജീവി, ഞാനിവിടെ ഉണ്ട്, ഈ പരിസരത്തുണ്ട്, ഈ പരിസരത്ത് ഈ ജീവി എന്ന നിലയിൽ നിലനിൽക്കാൻ ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഈ ബന്ധിപ്പിക്കുന്ന ഘടകം, ഇപ്പൊ നമ്മള് ഈ പ്രാണൻ എന്ന് പറയുമ്പോൾ നമ്മൾ വായുവിലൂടെ കിട്ടുന്ന പ്രാണനെ കുറിച്ച് മാത്രമാണ് നമ്മളിവിടെ സംസാരിക്കുന്നതെങ്കിലും മനസ്സിലാക്കുക, ജീവചൈതന്യം എന്നുള്ളതാണ് നമ്മൾ പ്രാണൻ വഴി നമുക്ക് കിട്ടുന്നത്. ജീവചൈതന്യം വായുവിലൂടെ മാത്രമല്ല കിട്ടുക, ഭൂമിയിലൂടെ, വെള്ളത്തിലൂടെ, വായുവിലൂടെ, ആകാശത്തിലൂടെ, ഊഷ്മാവിലൂടെ, അതായത് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ, അവയിലൂടെ എല്ലാം നമുക്ക് ജീവചൈതന്യം കിട്ടുന്നുണ്ട്. ഇവയിലൂടെയെല്ലാം ഇതിനെ നമ്മൾ ഈ ഇന്റഗ്രൽ എൻവയോൺമെന്റ് എന്നുള്ള പാഠത്തിൽ നമ്മൾ ഇതിനെ പഠിക്കുന്നത് എന്താ വെച്ചാൽ പ്ലാറ്റ്ഫോമുകളായിട്ടാണ്. അതായത് ശരീരം, ജീവനുള്ള ശരീരമുണ്ട്, ജീവനുണ്ട്, ഇതെല്ലാമായിട്ട് ഒരു ജീവി എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് നിലനിൽക്കാൻ ഒരു നിലപാടുതറ ആവശ്യമുണ്ട്. ആ നിലപാടുതറ എവിടെയാണ് നമ്മൾ കയറി എക്സിസ്റ്റ് ചെയ്യുന്നത്? ആ എക്സിസ്റ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം, ആ പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ ബാഹ്യ പരിസ്ഥിതി എന്ന് പറയുക. ഈ ബാഹ്യ പരിസ്ഥിതിയും ആന്തരിക പരിസ്ഥിതിയും തമ്മിൽ ഈ നേരത്തെ പറഞ്ഞ കണ്ണി മുറിയാതെ ചേർത്ത് നിർത്തുന്നത്, കണ്ണിയാക്കി നിർത്തുന്നതിനെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. അതായത് ജീവിയെയും അതിന്റെ പരിസരത്തെയും അല്ലെങ്കിൽ അതിന്റെ പ്ലാറ്റ്ഫോമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണോ അതാണ് പ്രാണൻ. അപ്പൊ അത് വായുവിലൂടെ മാത്രമാണോ വരിക? അല്ല, ഭൂമിയിലൂടെയും അത് കിടക്കും. നമ്മുടെ അകത്തുള്ള പ്രാണനെ സജീവമാക്കാൻ പാകത്തിൽ അത് വെളിയിൽ നിന്നും അകത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അത് മാത്രമാണോ? അല്ല. രണ്ട് വ്യവസ്ഥകൾ, ഞാനൊരു വ്യവസ്ഥയാണ്, എന്റെ പരിസരത്ത് കാണുന്നതെല്ലാം വ്യവസ്ഥകളാണ്. ഞാനും എന്റെ ബാഹ്യ വ്യവസ്ഥകളും തമ്മിൽ, ഞാനും എന്റെ ആന്തരിക വ്യവസ്ഥകളും തമ്മിലുള്ള ക്വസ്റ്റുകൾ, അഭ്യർത്ഥനകൾ, അർത്ഥനകൾ, അതുപോലെ നിർദ്ദേശങ്ങൾ, അതിനെ കൈമാറുന്നു. ഇപ്പൊ എനിക്ക് വിശക്കുന്നു എന്നുള്ളത് എന്റെ അകത്തു നിന്നുള്ള ചോദനകളായിട്ടാണ് വരിക, അല്ലെ? ആന്തരിക ചോദനകളായിട്ടാണ് വരിക. അപ്പൊ ചോദന എന്നുള്ളത് ഭക്ഷണം വേണമെന്നുള്ള അർത്ഥനയുടെ രൂപത്തിലാണ് വെളിപ്പെടുക. ഇപ്പൊ ഇത്രയും കഴിച്ചാൽ മതി, ഇപ്പൊ വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ അകത്തേക്ക് ഒരു നിർദ്ദേശം കൊടുക്കും. അല്ലെങ്കിൽ പ്രകൃതി എന്നോട് പറയുന്നു, എന്റെ മുന്നിലൂടെ ഒരു സാധനം ഇങ്ങനെ, ഒരു തേനീച്ച കടന്നുകൊണ്ട് അതിനെ വകഞ്ഞു മാറ്റണം എന്ന് പറയുന്നു. അപ്പൊ എനിക്കൊരു നിർദ്ദേശം തരികയാണ്. അപ്പോ എന്റെ അകത്തുള്ള വ്യവസ്ഥകളും പുറത്തുള്ള വ്യവസ്ഥകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആവശ്യങ്ങളും അർത്ഥനകളും നിർദ്ദേശങ്ങളും കൈമാറുന്നത് പ്രാണൻ വഴിയാണ്. പ്രാണം എന്ന് വെച്ചാൽ ഈ ശ്വാസം എന്നത് മാത്രമല്ല, ഭൗതികമായ ആ പ്രാണചാലനം വഴിയാണ് ഇതെല്ലാം നടക്കുന്നത്. നമ്മുടെ ശരീരത്തിനകത്ത് വിവിധ വ്യവസ്ഥകളുണ്ട്, അവയവങ്ങളെല്ലാം തമ്മിലുള്ള വിവിധ വ്യവസ്ഥകളുണ്ട്. ഈ വ്യവസ്ഥകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പ്രാണനാണ്.
അവിടെ നമ്മൾ പാനൻ, അപാനൻ, സമാനൻ, വ്യാനൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പ്രാണനകളെ കുറിച്ച് പിന്നീട് പഠിക്കും. നമ്മൾ 96 തത്വങ്ങൾ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രാണനുകളാണ് തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ശരീരചാലനത്തെ, ശരീരത്തിന്റെ വിവിധ വ്യവസ്ഥകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അതായത് ആന്തരികവും ബാഹ്യവുമായ ലോകങ്ങൾ തമ്മിലുള്ള രണ്ട് വ്യവസ്ഥകൾ തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാന കാരണം, അടിസ്ഥാന ഹേതു, അടിസ്ഥാനമായിട്ടുള്ള ലിങ്ക് എന്ന് പറയുന്നത് പ്രാണനാണ്. ഏത് രണ്ട് വ്യവസ്ഥകളാണ് ശരി, രണ്ട് ബയോട്ടിക് സിസ്റ്റംസ് ആണെങ്കിൽ ശരി, നോൺ ബയോട്ടിക് സിസ്റ്റംസ് ആണെങ്കിൽ ശരി, ഇതിന്റെ ഇടയിലും ഈ ഊർജ്ജചാലനം എന്നുള്ള അവസ്ഥ തമ്മിൽ വഴിയാണ് അത് കണക്ട് ആവുന്നത്. ആ ഊർജ്ജചാലനത്തിന് ചിലപ്പോൾ നമ്മൾ ഒരു കമ്പ്യൂട്ടറും മറ്റൊരു കമ്പ്യൂട്ടറും നമ്മൾ കണക്ട് ചെയ്യാൻ ഊർജ്ജചാലനത്തിന് ഒരു കോണ്ടക്ടറെ നമ്മൾ ഉപയോഗിച്ചിട്ട് വരും. ആ കണ്ടക്ടറിന്റെ പേര് കേബിളാണ്, നെറ്റ്വർക്ക് കേബിൾ, ലാൻഡ് കേബിൾ എന്നാണ്. നമുക്ക് പ്രകടമായി മനസ്സിലാക്കാവുന്നതാണ്. രണ്ട് അഭൗതിക അല്ലെങ്കിൽ അജൈവമായിട്ടുള്ള രണ്ട് വസ്തുക്കൾ, രണ്ട് വ്യവസ്ഥകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതുപോലെ ജൈവമായിട്ടുള്ള വ്യവസ്ഥകൾ, രണ്ട് ജൈവമായിട്ടുള്ള വ്യവസ്ഥകൾ അല്ലെങ്കിൽ ഒരു ജൈവ വ്യവസ്ഥയും ഒരു അജൈവ വ്യവസ്ഥയും തമ്മിൽ കണക്ട് ചെയ്യാൻ അവിടെ വരുന്ന ലിങ്കിന്റെ പേരാണ്, ആ കേബിളിന്റെ പേരാണ് ശ്വാസം അല്ലെങ്കിൽ പ്രാണൻ എന്നുള്ളത്. ആ പ്രാണൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വിത്ത് ദ കോൺഷ്യസ്നെസ്. അതിന് ബോധമുണ്ട്, അതിന് തീരുമാനമെടുക്കാൻ കഴിയും. ഈ പ്രാണൻ നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ശരീരത്തിലെ ജീവചൈതന്യമായിട്ടാണ്. ചൈതന്യത്തെ കുറിച്ച് നമ്മൾ അതിന് മുമ്പൊരിക്കൽ സംസാരിച്ചിരുന്നു. ചൈതന്യം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഊർജപ്രവാഹത്തിന് വേണ്ടിയുള്ള ഒരു ഫെസിലിറ്റി ആണെന്ന്. ജീവചൈതന്യം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ശരിയായ ചാലനം നടക്കാൻ പാകത്തിൽ, ശരീരത്തിന്റെ ഡൈനാമിസം നടക്കാൻ പാകത്തിലുള്ള ഒരു ഫെസിലിറ്റിയാണ്. ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഇത് ഒഴുകാനുള്ള മെറ്റീരിയലുകൾ ആവശ്യമുണ്ട്, വെന്റുകൾ ആവശ്യമുണ്ട്, റെഗുലേറ്റേഴ്സ് ആവശ്യമുണ്ട്, അതിലൂടെ ഒഴുകുന്ന ഊർജ്ജം ആവശ്യമുണ്ട്, ഊർജ്ജത്തെ ജനറേറ്റ് ചെയ്യുന്ന സംവിധാനം ആവശ്യമുണ്ട്, ഊർജ്ജത്തെ സ്റ്റോർ ചെയ്യാനുള്ള കാര്യമുണ്ട്, അത് മറ്റേ സ്റ്റോർ ചെയ്യുന്നതിന് പിന്നീട് പതുക്കെ റിലീസ് ചെയ്യുന്നതിന്റെ ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള കുറേയേറെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട്. ഇവയെല്ലാം കൂടെ ചേർത്തിട്ടാണ് വൈറ്റാലിറ്റി എന്ന് പറയുന്നത്. വൈറ്റാലിറ്റി ഈസ് എ ഫെസിലിറ്റി. ഈ ഫെസിലിറ്റിയെ നിലനിർത്തുന്നത് പ്രാണനാണ്. പ്രാണൻ, എനർജി വിത്ത് ഇന്റലിജൻസ്. നമ്മുടെ ശരീരത്തില് പാറ്റേണുകൾ ഉണ്ട്, അതായത് വിന്യാസ പ്രവർത്തനങ്ങൾ. നമ്മൾ നേരത്തെ ദിശാക്രമണത്തെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ശരീരത്തിനകത്തെ പാറ്റേൺ, ശരീരപ്രവർത്തനങ്ങൾ ഏത് വഴിക്ക് പോകണം, എങ്ങനെ പോകണം, അത് ഏത് വിന്യാസത്തിൽ പോകണം എന്നുള്ള പാറ്റേണുകളുണ്ട്. ഞാൻ നടക്കുന്നതിനൊരു പാറ്റേൺ ഉണ്ട്, ശ്വസിക്കുന്നതിനൊരു പാറ്റേൺ ഉണ്ട്, ഞാൻ ചിന്തിക്കുന്നതിനൊരു പാറ്റേൺ ഉണ്ട്, ദഹിക്കുന്നതിനൊരു പാറ്റേൺ ഉണ്ട്. അതൊരു സീസൺ അനുസരിച്ച് എന്നിൽ മാറും, എന്റെ രീതി ആയിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവും. അതെല്ലാം പാറ്റേണുകൾ വ്യത്യാസം ഉണ്ടാവും. ഈ പാറ്റേണുകളെ നിലനിർത്തുന്നത് പ്രാണനാണ്. നമ്മുടെ ബോധത്തിന്റെ തുടർച്ച, നമുക്കിപ്പോ ബോധമുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് ബോധമുണ്ട്, അത് കഴിഞ്ഞ് ബോധമുണ്ട്. ഈ ബോധത്തിന്റെ തുടർച്ചയെ ഉറപ്പാക്കുന്നത് പ്രാണനാണ്. നമ്മുടെ ഓരോ ബ്രീത്തിലും നമ്മൾ ഇപ്പോൾ എന്ത് കോൺഷ്യസ് ആയിരിക്കുന്നു എന്നുള്ളത് ഉപരിവ്യവസ്ഥയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഉപരിവ്യവസ്ഥയിൽ നിന്നും അകം വ്യവസ്ഥയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അടുത്ത ബോധ പരിവർത്തന കാലത്ത് അപ്പോൾ അതെന്താണ് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ നിരന്തരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന കോൺഷ്യസ്നെസ് ഓഫ് ദ എൻറ്റിറ്റി ഓവർ ടൈം, ആ സത്തയുടെ ഓരോ സമയത്തുമുള്ള ബോധം എന്ത് എന്നുള്ളതിന്റെ തുടർച്ച ഉറപ്പാക്കുന്നത്, അതിന്റെ ആ കണ്ടിന്യൂത്തെ വിനിമയം ചെയ്യുന്നത് പ്രാണനാണ്. ഈ ജീവൻ എന്നുള്ള ആ സ്വയം സംഘാടകത്വം ഉണ്ടല്ലോ, അത് ബോധത്തിന്റെ തുടർച്ചയുടെ ഭാഗമായി സംഭവിക്കുന്നതല്ലേ, നമ്മുടെ ശരീരത്തിന്റെ പാറ്റേണുകളുടെ ഭാഗമായി സംഭവിക്കുന്നതല്ലേ, അതിലെ ആ ചൈതന്യത്തെ നിലനിർത്തുന്നതല്ലേ. അതിന്റെ അടിസ്ഥാന ശക്തി എന്ന് പറയുന്നത്, അതിന്റെ അണ്ടർലൈങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അതിന്റെ അടിസ്ഥാന ഹേതു എന്ന് പറയുന്നത് പ്രാണനാണ്. ഈ പ്രാണൻ സത്യത്തിൽ എന്താ ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, തമ്മിൽ ബന്ധിപ്പിക്കുന്നു. സിസ്റ്റങ്ങൾ തമ്മിലുള്ള, വ്യവസ്ഥകൾ തമ്മിലുള്ള എക്സ്ചേഞ്ചസ്, കൈമാറ്റങ്ങൾ സാധ്യമാക്കുന്നു എന്നുള്ളതാണ് പ്രാണൻ ചെയ്യുന്നത്. സമയത്തിനനുസരിച്ച് തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളത് ഈ പ്രാണനാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ആ വേണം എന്നുള്ളത് ലിമിറ്റ് ചെയ്യണോ, അത്രത്തോളം തുറന്നു വിടണോ? ഭക്ഷണം വേണം, ഭക്ഷണം ഇപ്പൊ കഴിക്കേണ്ടതുണ്ടോ, അല്ലെ ഭക്ഷണം കഴിക്കേണ്ടതുണ്ടല്ലോ എന്ന കാര്യം എന്നെ ബോധ്യപ്പെടുത്തുന്നത് പ്രാണനാണ്. അവിടെ ഇപ്പൊ ഞാൻ കഴിക്കണോ, ഇത് കഴിക്കണോ, അത് കഴിക്കണോ എന്നുള്ള തീരുമാനം എടുപ്പിക്കുന്നത് പ്രാണനാണ്. അതുപോലെ തന്നെ ശരീരത്തിന്റെ
പ്രവർത്തനം, ശരീരം ആക്റ്റീവ് ആക്കുന്ന ഒരവസ്ഥ, സിമ്പത്തറ്റിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ശരീരത്തെ ആക്റ്റീവായിട്ട് നിലനിർത്തുന്നത് പ്രാണനാണ്. ആ ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് ഈ ശരീരത്തിന്റെ പ്രതിരോധ പ്രക്രിയകളോ അല്ലെങ്കിൽ പുനഃസ്ഥാപന പ്രക്രിയയോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സജീവതയെ നിലനിർത്താൻ വേണ്ടിയുള്ള മെയിൻ്റനൻസ് നടത്തുന്നത് പ്രാണനാണ്. ഈ സിമ്പത്തറ്റിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ റൈറ്റ് മെഡീരിയലിലൂടെ യാത്ര ചെയ്യുന്ന പ്രാണനാണെങ്കിൽ മറ്റേത് ലെഫ്റ്റ് മെഡീരിയലിലൂടെ യാത്ര ചെയ്യുന്നതാണെന്നുള്ള വ്യത്യാസമുണ്ട്. ഇത് ശരീരത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്കത് നിരീക്ഷിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഇതെല്ലാം നടപ്പിലാക്കുന്നത് പ്രാണനാണ്. ആ പ്രാണൻ എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ഡൈനാമിസം, എനർജി വിത്ത് ഇന്റലിജൻസ്, ഈ പ്രാണനാണ് ഈ കണക്ഷൻസ് എല്ലാം നിലനിർത്തുന്നത്. ഒരു സത്തയെ മറ്റൊരു സത്തയായിട്ട് കണക്ട് ചെയ്യുന്നത്, എന്റെ ആന്തരിക വ്യവസ്ഥയും ബാഹ്യ വ്യവസ്ഥയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്, രണ്ട് വ്യവസ്ഥകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്, വ്യവസ്ഥകൾ തമ്മിലുള്ള വിനിമയം, അത് വേണമെന്നോ വേണ്ടെന്നോ, നീ അത് ചെയ്യണ്ടെന്നോ ഒക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് പ്രാണനാണ്. ഈ പ്രാണനാണ് ചൈതന്യത്തെ നിലനിർത്തുന്നത്. ചൈതന്യമാണ് ഈ ടോട്ടൽ ഫെസിലിറ്റി ഓഫ് ദ ബോഡി ടു ബി അലൈവ്. അപ്പോ ആ പ്രാണൻ എന്ന് പറയുന്നത് ബന്ധമാണ്, പ്രവാഹമാണ്, ബോധമാണ്, ശക്തിയാണ്. ഈ സർവ്വവ്യവസ്ഥകളും, പ്രപഞ്ചത്തിലെ സർവ്വവ്യവസ്ഥകളും പ്രാണനാൽ ബന്ധിതമാണ്, പരസ്പര ബന്ധമാണ്. ഈ പ്രാണൻ എന്ന് പറയുന്നത് ജീവന്റെ തുടർച്ചയാണ്. അത് ജീവൻ മറ്റു ജീവജാലങ്ങളുമായിട്ടല്ല മറ്റു സംവിധാനങ്ങളുമായിട്ടും സമന്വയത്തിലായിരിക്കുന്നത് പ്രാണൻ വഴിയാണ്. ഇപ്പൊ പ്രാണൻ ഒഴുകുന്ന സമയത്ത് ജീവൻ സജീവമായിരിക്കും. പ്രാണൻ നിലയ്ക്കുന്ന സമയത്ത് ഈ ബന്ധം, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ അവിടെ നിൽക്കും. ജീവൻ നിശ്ചലമാകുന്ന സമയത്ത് അത് സ്റ്റാറ്റിക് എനർജി എന്നുള്ള രീതിയിൽ ആക്റ്റീവായി നിന്നുകൊണ്ട് പ്രാണൻ, ഇപ്പൊ ജീവസമാധിയൊക്കെ ആയി കഴിഞ്ഞാൽ അകത്തെ പ്രാണൻ എങ്ങനെ നിൽക്കുന്നു, ഒരു ടെറേറിയം പോലെ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഫെസിലിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റ് പൊട്ടൻഷ്യാലിറ്റി ആയിട്ട്, നമുക്കറിയാം ബോധമുള്ള ഊർജമാണ് പ്രാണനെന്ന്. അത് ചലിക്കാതെ നിൽക്കുന്ന സമയത്ത് അത് ഇമ്മൻസ് പൊട്ടൻഷ്യാലിറ്റിയുള്ള ഒരു വലിയ സ്രോതസ്സായിട്ട് മാറി അവിടെ നിൽക്കും. ഈ ഒരു അവസ്ഥയുടെ ഹേതുവാണ്, കോറാണ് ഈ പ്രാണൻ എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ജീവനോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് എന്തിനാണ് പ്രാധാന്യം? അവന്റെ ആത്മാവിനാണോ, അഹത്തിനാണോ, മറ്റെന്തിനാണോ എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്തിരിക്കാം. പക്ഷെ ഇവയിൽ ഏറ്റവും പ്രാധാന്യമുള്ള സാധനമാണ്, ഏറ്റവും പ്രാധാന്യമുള്ള പ്രതിഭാസമാണ്, ഏറ്റവും പ്രാധാന്യമുള്ള ചാലകത്വമാണ് പ്രാണൻ എന്ന് പറയുന്നത്. പ്രാണന് പല 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 ഘട്ടങ്ങളുണ്ട്, പല വഴികളുണ്ട്, പല ദിശകളുണ്ട്. ഇവയെ കുറിച്ചെല്ലാം നമ്മൾ പിന്നീട് പ്രാണനത്തിൽ പഠിക്കും. പക്ഷെ ഈ പ്രാണനാണ് നമ്മെ നിലനിർത്തുന്നത്. ഇതില്ലാതെ വേറൊന്നുമില്ല. ഇപ്പൊ നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങൾ അടുത്ത ഒരു തൊഴിലിന് പോകുന്ന കാര്യം, അല്ലെങ്കിൽ ഇത്ര സമ്പാദിക്കുന്ന കാര്യം, ഇന്നത് പർച്ചേസ് ചെയ്യുന്ന കാര്യം എന്നൊക്കെ പറയും. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുന്നത് മറ്റു പല കാര്യങ്ങളുമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കേണ്ടത് കാര്യങ്ങളുടെ പർപ്പസ് ഉണ്ടല്ലോ, ആ പർപ്പസ് നടപ്പിലാക്കാൻ ശക്തിയുള്ളത്, ശേഷിയുള്ളത് ഇതിനൊന്നുമല്ല. പണത്തിനോ വിഭവങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നുമല്ല. അവയെല്ലാം കൊണ്ടുവരുന്നതും അവയെല്ലാം നിലനിർത്തുന്നതും അവയെ കൈകാര്യം ചെയ്യുന്നതുമെല്ലാമായ നമ്മുടെ ജീവന്റെ അടിസ്ഥാനമായ പ്രാണനാണ്. ഈ പ്രാണനെയാണ് നമ്മൾ അറിയേണ്ടത്, ഈ പ്രാണനെയാണ് നമ്മൾ പോഷിപ്പിക്കേണ്ടത്. അതുവഴിയാണ് നമുക്ക് നമ്മുടെ ആത്മയാനം സംഭവിക്കുക. ആത്മത്തിലൂടെയുള്ള ഈ യാത്രാപാത്രത്തിലൂടെയുള്ള മുൻപോട്ട് പോക്ക് സാധ്യമാവുക പ്രാണനെ അറിയുന്നത് വഴിയാണ്, പ്രാണനെ തൊടുന്നത് വഴിയാണ്, പ്രാണനെ കൈകാര്യം ചെയ്യുന്നത് വഴിയാണ്, പ്രാണനൊപ്പമായിരിക്കുന്നത് വഴിയാണ്. നിരന്തരമായി നമ്മളോട് കൂടെയുള്ളതാണ് പ്രാണൻ. നമ്മളില്ലാതാവുന്നു, ഞാനെന്നുള്ള ബോധം, ഞാനെന്നുള്ള തിരിച്ചറിവ് ഇല്ലാതാകുന്നതോട് പ്രാണൻ നമ്മുടെ ശരീരത്തിൽ നിന്നും മാറിപ്പോകും. അതുവരേക്കാണ് പ്രാണന്റെ അവൈലബിലിറ്റി. ആ അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ അറിഞ്ഞുകൊണ്ട് ജീവിച്ചാൽ അത് നമ്മളെ അറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടതെല്ലാം തന്നുകൊണ്ടേയിരിക്കും, നമ്മളെ സുരക്ഷിതമാക്കി വെച്ചുകൊണ്ടേയിരിക്കും. ആ പ്രാണനെ അറിയാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.